സോ ഹലോ ഗൈസ്, ഐസിസ് ബാക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹേയ് വെയിറ്റ്. സോ ഹലോ ഗൈസ്, സ്പൂക്കി മച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 5 നിങ്ങൾ വിചാരിക്കണ്ടാവും സ്പൂക്കി മച്ചാൻ. ഗൈസ്, നമ്മുടെ ചാനലിൽ ഇത് മൂന്നാം ടോട്ടൽ എനിക്ക് 4 നെയിംസ് ഞാൻ ഈ ചാനലിലിട്ടു. ഇതും കൂടെ കൂട്ടുമ്പോൾ 4ാമത്തെ നെയിമാണ്. പക്ഷേ ഇനി ഒരു മാറ്റമില്ല ഗൈസ്, നമ്മളിത് ഫൈനലൈസ്ഡ് നെയിമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നെയിം നമ്മളിനി പുതിയതായിട്ട് റിവീൽ ചെയ്തേക്കാണ്. നമ്മുടെ ലോഗോയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡൊക്കെ ആകുമ്പോൾ ചാനലിലെ മുഴുവൻ ഡീറ്റെയിൽസ് നമ്മൾ മാറ്റാണ്. നമ്മുടെ പേര് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൂക്കി മച്ചാൻ, നമ്മുടെ സ്പൂക്കി മച്ചാൻ എന്നുള്ള പേരും വന്നു. നെയിമും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ സ്കിന്നും മൈൻക്രാഫ്റ്റ് സ്കിന്നും കാര്യങ്ങളൊക്കെ പകുതി തലയൊക്കെ പകുതി സ്പൂക്കി ആക്കി എടുത്തിട്ടുണ്ട്. ഇതാണ്. അപ്പോൾ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് നമ്മുടെ ലെറ്റ്സ് പ്ലേയിലെ വന്നേക്കുന്നത് നമുക്കൊരു ഫുഡ് ഫാം, ക്രോപ്പ് ഫാം ഉണ്ടാക്കണം. നമ്മളിപ്പോൾ ഒരു ടെക്സ്ചർ പാക്ക് ഇട്ടുണ്ട്. അതാണ് എല്ലാം ഇങ്ങനെ ഇരിക്കുന്നത്. സ്റ്റേ 2 എന്ന് പറയുന്ന ടെക്സ്ചർ പാക്ക്. അപ്പോൾ നമ്മൾ ബട്ടൺസൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് ഒരു പാക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്കൊരു PC ലുക്ക് തരുന്നുണ്ട് ഇത്. അപ്പോൾ നമ്മൾ ഇന്നൊന്നിക്ക് നമുക്കൊരു ഓട്ടോമാറ്റിക് ക്രോപ്പ് ഫാം ഉണ്ടാക്കണം. ഒരു 2 വില്ലേജറിനെ വെച്ചിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത്തിരി പൊട്ടാറ്റോ നടുന്നു, അത് ഇയാൾക്ക് ട്രേഡ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ നേരെ ഹോപ്പർ വലിച്ചെടുക്കുന്നു, അത് ചെസ്റ്റിൽ കളക്ട് ചെയ്യുന്നു. അപ്പം അങ്ങനെ നമ്മുടെ അയൺ ഫാമും കാര്യങ്ങളിലെ ഒന്നും റിസൾട്ട് ഞാൻ കാണിച്ചിട്ടില്ല. ഞാനൊരു ഏകദേശം ഒരു 15-20 മിനിറ്റ് ഞാൻ ഏൽക്കുന്നപ്പോൾ നമുക്ക് ഗൈസ് ഒരു 1 2 3 4 സ്റ്റാക്ക് അയണും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ ഇവിടെ ഇത്ര അയൺ കളക്ട് ആവാൻ വേണ്ടി വെച്ചേക്കുന്നുണ്ട്. നിങ്ങളോട് വന്നപ്പോൾ വീണ്ടും അപ്പം നമ്മുടെ ടെക്സ്ചർ പാക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയാം. നമുക്ക് ആവശ്യമുള്ളത് കാണാം. നമ്മളിതിൻ്റെ ഇടയിലൊന്ന് ചത്തു. ഈ ലാവയിൽ തന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം പോയി ഗൈസ്. നമ്മുടെ അയൺ ആർമറൊക്കെ പോയി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ പേടിക്കണം, അയൺ ഫാം വർക്ക് ആവണില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ നമ്മുടെ അയണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇനി നമുക്ക് നമ്മുടെ പുതിയ ഓട്ടോമാറ്റിക് ഫുഡ് ഫാമിന് വേണ്ടിയുള്ള ഒരു ഹോപ്പർ വിത്ത് മൈൻ കാർട്ടും പിന്നെ നമുക്ക് ആർമറും കാര്യങ്ങളും ഉണ്ടാക്കാം. ഫുൾ ടൂൾസും കാര്യങ്ങളും വീണ്ടും അയണിലേക്ക് മാറണം. അപ്പം ഞാനിതെന്തായാലും ഇപ്പോൾ ഇവിടെ വെച്ച് ചെയ്യണില്ല. നമുക്ക് നമ്മുടെ ബേസിൽ പോയിട്ട് ഇതൊക്കെ എടുത്ത് ചെസ്റ്റിൽ വെച്ചിട്ട് നമുക്ക് അത് മാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ ഉണ്ടാക്കാം. ഒരു ഹെൽമെറ്റ്, ഒരു ചെസ്റ്റ് പ്ലേറ്റ്, ഒരു ലെഗിൻസ്, ഒരു ബൂട്ട്സ്. അപ്പോൾ നമ്മുടെ ആർമറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇനി നമുക്ക് ടൂൾസ് ക്രാഫ്റ്റ് ചെയ്യാൻ ഗൈസ്. അപ്പം നമുക്ക് നേരെ പിക്കാക്സ്, ആക്സ്, സ്വോർഡ്, ഷവല്, നമുക്കിപ്പോൾ ഇത്ര മതി ഗൈസ്. ഞാൻ ഒരുപാട് അറിയാണ്ട് കൊണ്ടൊക്കെ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചത് ഒരുപാട് ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ യൂസ് ചെയ്യാൻ കണ്ട ഫുൾ സ്ട്രെങ്ത്തിൽ ഇത് 3 എണ്ണാക്കി ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണ്ടത് അത്ര എടുക്കാം. ഇനി പിന്നെ നമ്മുടെ ബാരലിൽ പൊട്ടാറ്റോ ഇല്ല ഗൈസ്. പൊട്ടാറ്റോ നട്ടിട്ടേ നമുക്ക് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ വീറ്റ് എടുക്കേണ്ടി വരും. പക്ഷെ വീറ്റ് എഫിഷ്യൻ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ 100th ഡേ ആണ് നമ്മുടെ ക്രോപ്പ് ഫാമിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോണത്. നമുക്കപ്പോൾ ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചുറ്റും വയ്ക്കാൻ വേണ്ടി ഒരു ടൈപ്പ് ബ്ലോക്സ് വേണം. അതെനിക്ക് വുഡ് എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ വുഡ് എടുത്താൽ നമ്മൾ വുഡൊക്കെ വേഗം കഴിഞ്ഞ് പോവാം. അപ്പോൾ എനിക്ക് വുഡ് എടുക്കണം ആ ഒരു ഐഡിയ ഞാൻ വിട്ടു. പിന്നെ ഗൈസ് കോബിൾ സ്റ്റോൺ ഒരുപാട് ഇരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കോബിൾ സ്റ്റോൺ എടുക്കാം. കുറച്ച് കോബിൾ സ്റ്റോൺ വാൾസും എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് നമ്മുടെ ബ്രീഡർ ടൈപ്പ് പോലെ തന്നെ സെയിം സെറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ അയൺ വെച്ചിട്ട് ഞാൻ ഒരു 2 ചെസ്റ്റ് വേണം. ശരിക്കും 4 ചെസ്റ്റ് വേണം. ഒരു ഹോപ്പർ, ഒരു മൈൻ കാർട്ട് വിത്ത് ഹോപ്പർ, ഒരു ഹോപ്പർ, പിന്നെ കുറച്ച് വുഡ്. ഇനി വീണ്ടും 2 ചെസ്റ്റ്. അപ്പോൾ ഏകദേശം നമുക്ക് വേണ്ട സാധനങ്ങളായി. നമുക്ക്
അപ്പോൾ ഗൈസ് നമുക്ക് അത്യാവശ്യം വേണ്ട റിസോഴ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പൊട്ടാറ്റോ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇത് എടുക്കുന്നതാണ് നല്ലത്. സീഡ് തന്നെ നമ്മൾ വീറ്റെങ്കിലും ഡ്രോപ്പ് ചെയ്യട്ടെ. ഈ ഒരു ഏരിയ കുറച്ചുകൂടെ ഒന്ന് വൈഡാക്കി ക്ലിയർ ചെയ്തിട്ട് ഇവിടെ ചെയ്യാം ഗൈസ്, അതാണ് നല്ലത്. ഞാനിതൊരു ട്യൂട്ടോറിയൽ സെറ്റപ്പാക്കി ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെടുക്കാം, പക്ഷെ ഞാൻ സ്പീഡ് ഇട്ടിട്ട് ടൈം ലാപ്സ് ആയിട്ടാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കി ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ടൈം ലാപ്സിലേക്ക് കിടക്കാം. ഫാമും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇത് വർക്കാവുമെന്ന് എനിക്കറിയില്ല, ഇതുവരെ ആയിട്ടില്ല. ഞാൻ ഇപ്പോൾ വില്ലേജസിനൊക്കെ കൊണ്ടുവിടായിരുന്നു ചെയ്തത്, അത് ഞാൻ കാണിച്ചിട്ടില്ല ടൈം ലാപ്സിൽ. അപ്പോൾ അതിൽ ഇത് വീറ്റ് ആയതുകൊണ്ടാണ് എനിക്കൊരു സംശയം വർക്കാവും. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രീഡറിൽ കുറച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇടുന്നതാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. നമ്മുടെ പേര്, നമ്മുടെ ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ മാറ്റിയത് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. സ്കിന്നും കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ലോഗോ ഒക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ലോഗോ ഒക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ മിക്കവാറും ആക്കുള്ളൂ എന്ന് തോന്നണേ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.